അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 16ാമത്തെ നോമ്പിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുരിങ്ങക്കായൊക്കെ ഒന്ന് കറി വെച്ച് വെക്കാനാണ്, തീയൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തരിച്ച് വെക്കുന്ന കറിക്കാണല്ലോ തീയൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നാടൻ മുരിങ്ങക്കായൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് തീയൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ചെറിയുള്ളിയും ചുവന്നുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില, മുളക്, മല്ലിയിട്ട ഇത്ര മാത്രമേ ഞാൻ ഇതിലിട്ട് വറുക്കുന്നുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. അപ്പോൾ ഒരു ചെറിയൊരു പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ നോമ്പ് തുറന്നാൽ ചെറിയൊരു പുളിപ്പോടെ കൂടി ചോറ് തിന്നാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകില്ലേ. അപ്പോൾ ഞാനിന്ന് അതുപോലെയാണ് ചെയ്യുന്നത്. കുറച്ചൊരു പുളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ സമയം ഇവിടെ വെറുതെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഇടിവെട്ടിനൊക്കെ ഉണ്ട് കേട്ടോ. 3 മണി കഴിഞ്ഞതും ഇവിടെ ഇടിവെട്ടാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് വേഗം പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. ഇല്ലയെന്നാണെങ്കിൽ നോമ്പ് തുറക്കണം ആ സമയത്തൊക്കെ കറണ്ട് പോക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ട് പോകുമ്പോഴേക്കും അടുക്കളപ്പണിയൊക്കെ വേഗം ചെയ്തെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അത് പിന്നെ പെട്ടെന്ന് ആകുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കറികൾക്കെല്ലാം കുറച്ച് സമയമൊക്കെ ഒന്ന് വൈകുള്ളൂ. അതുകൊണ്ട് തന്നെ കറി വയ്ക്കാനാണ്. ഞാനിത് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പിലാട്ടാ ഇത് 3ഉം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇക്ക വെട്ടുന്ന തോട്ടത്തിലൊരു മുരിങ്ങ മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള മുരിങ്ങക്കായൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നലെ കാറ്റൊക്കെ നല്ല കാറ്റും മഴ മില്ലാന്നൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കൊമ്പൊക്കെ താന്ന് വന്ന് കിടന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മുരിങ്ങക്കായൊക്കെ അതിൽ നിന്ന് ഒടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. കാരണം നോമ്പായ പറഞ്ഞാൽ കറികൾ ആരും ചിലപ്പോൾ അധികം കഴിക്കുകയൊന്നുമില്ല കേട്ടോ. നോമ്പ് തുറന്ന് വെള്ളം കുടിക്കലും വേറെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള കടികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ് ഫുള്ളാകും. പിന്നെ അത്താഴത്തിനൊക്കെ ചോറ് കഴിക്കുകയാണെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് അങ്ങോട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കറിയൊക്കെ മുരിങ്ങക്കായൊക്കെ വെക്കുമ്പോൾ തീയൽ പോലെ വെക്കുകയാണെങ്കിൽ സബോളിനേക്കാളും കുറച്ചും കൂടി ഉത്തമം ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി ഇട്ട് വെക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഞാനിതാ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിരുന്നു കേട്ടോ. കാരണം പറഞ്ഞാൽ കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ആദ്യം തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടാണ് പിന്നെ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്കും എനിക്ക് നിങ്ങളുടെ സഹകരണം സപ്പോർട്ടൊക്കെ എന്തായാലും വേണം. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. എന്തായാലും ലൈക്ക് ചെയ്യണേ. പിന്നെ ഒരു കുറച്ച് പുളി ഇട്ടാൽ ഒരു ഓവർ പുളി പാടില്ല. ഒരു നേരിയ പുളിയെടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആ പുളി വെള്ളം കൂടെ ഞാനതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അതൊന്ന് തിളച്ച് ഒന്ന് പകുതി ആകുമ്പോഴാണ് തേങ്ങ അരച്ച അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കാനൊക്കെ ഒന്ന് മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച അരപ്പും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഈ കറി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തീയൽ വെക്കുമ്പോൾ ചിലർ നല്ല കട്ടിക്കൊക്കെയാണ് വെക്കാറുള്ളത്. ഞാൻ കുറച്ചൊരു ലൂസായിട്ടാണ് കേട്ടോ ഈ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് കടുക് വറുത്തിടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല. ആദ്യം താളിച്ചത് തന്നെ ലാസ്റ്റൊന്നും ഞാൻ താളിക്കൊന്നുമില്ല. ചെറിയ തീയിലിരുന്ന് കറി നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം ഓഫാക്കി വയ്ക്കുക. പിന്നെ ഇത് ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് കൊണ്ടൊരു പോള ഉണ്ടാക്കാനാണ്. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തോട്ടാ. ഇല്ലെങ്കിൽ നമ്മൾ മുട്ടൻ്റെ കൂട്ടൊക്കെ അതിൽ ഒഴിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട് അതൊന്ന് ചെറുതാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സബോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സബോള ഇട്ടിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ
അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, അതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 പീസ് ചിക്കൻ വേവിച്ചത് ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് പിച്ചെടുത്തിട്ട് അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ പോള തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലെ ഒരു പാനിലാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് അടുക്കി പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ ഇതുവരെ പോളയൊന്നും അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാത്രത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്രം നമ്മൾ മീൻ പൊരിക്കാനും അങ്ങനെ എല്ലാത്തിനും എടുക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറുതായൊരു ബുദ്ധിമുട്ട് പോള ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വന്നിരുന്നു കേട്ടോ. അതെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം ഒരു 3 കോഴിമുട്ട നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയം ഈ കോഴിമുട്ടൻ്റെ കൂട്ടിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിത് ഉടച്ച 3 കോഴിമുട്ട അതിൻ്റെ മീതെ ഫുള്ളും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഫുള്ളും ആ മുട്ടൻ്റെ നനവ് എല്ലാവിടേക്കും എത്തുന്നത് പോലെ ഒഴിച്ചു കൊടുത്തിട്ട് മീതെ കുറച്ചും കൂടി ബ്രെഡൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഗ്യാപ്പില്ലാതെ അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഞാനിതാ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഇതിൽ അങ്ങോട്ട് അങ്ങോട്ട് ഫുള്ളും അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൈഡിലേക്കൊന്നും ആക്കില്ല, നടുവിൽ തന്നെ ഫുൾ സെൻറ്ററിലൊക്കെ ആക്കിയിട്ട് ഒന്ന് നല്ലപോലെ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2 മുട്ടയും കൂടെ എടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വിസ്കിട്ടിട്ട് നല്ലപോലെ കയ്യിലുകൊണ്ടൊക്കെ ഇട്ട് നല്ലപോലെ ഉടയ്ക്കുക. എന്നിട്ട് അതും ആ മുട്ടൻ്റെ കൂട്ട് ഈ മസാലയുടെ മീതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു ദോശക്കല്ല് ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നു. അതിൻ്റെ മീതെ ഈ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് മീതെ ഒരു പാത്രം ഇട്ട് മൂടി ഒരു വെയിറ്റ് ഒന്നും എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കുക്കറിൽ എൻ്റെ കറികളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പയറും മത്തനും കൂടി എൽസേരി വെക്കാനാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ തരിക്കന്നിക്കൊന്ന് കാച്ചിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് എൽസേരിക്കുള്ള ഒരു തേങ്ങയും ജീരകമുള്ളി അതും കൂടി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ പോളത് അടിഭാഗം ഒരു കുറച്ചൊന്ന് കരിഞ്ഞ പോലെ, എന്നാൽ കരിഞ്ഞിട്ടില്ല കേട്ടോ, ഒന്ന് ഒട്ടിപ്പിടിച്ചതാണ്. അപ്പോൾ ഞാനിതിൽ ആദ്യമായിട്ടല്ല ഈ പോള ഉണ്ടാക്കുന്നത്, അതുകൊണ്ടായിരിക്കുന്ന തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് ഞാനതൊന്ന് വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ദോശക്കല്ലിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗവും കൂടി ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോളയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. കുട്ടികൾ പിസ്സ എന്നൊക്കെയാണ് കേട്ടോ പറയണത്. അവർ ഇതുവരെ ബ്രെഡ് പോളയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ അത് മത്തനിൽ ശരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മത്തനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പയറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ മത്തനും ഇട്ട് കൊടുത്തു. മത്തനും വെന്ത് കഴിഞ്ഞപ്പോൾ ഈ തേങ്ങയും ജീരകവും പച്ചമുളകും നല്ല ചെറിയ ഉള്ളിയൊക്കെ കൂടിയിട്ട് അരച്ചതുണ്ടല്ലോ, ആ കൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കടുക് വറുത്തൊഴിക്കണം. അതേപോലെ തന്നെ ഒരു ഭാഗത്ത് ഞാൻ തരിക്കന്നിയും കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് തേങ്ങാപ്പാലിലാണ് കേട്ടോ ഞാൻ തരിക്കന്നി കാച്ചിയെടുക്കുന്നത്. ശരിക്കും തരിക്കന്നിയൊക്കെ കാച്ചിയെടുക്കുമ്പോൾ തേങ്ങാപ്പാലിൽ കാച്ചിയെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഈ സമയം പുട്ടിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടും കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സമയമൊക്കെ ഏകദേശം ആവാറായി. മഴയാണെങ്കിൽ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റും ഇടിവെട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അത് അവിടെ പുട്ടൊക്കെ ആയിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുട്ടിന് മുരിങ്ങക്കായ് കറി മതി, അതിന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ കുറച്ച് ചെറുപഴമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പഴം കൊണ്ട് ഷേക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പഴവും ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ട് പാലൊക്കെ ഒന്ന് ഫ്രീസറിലൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. കുറച്ച് ഈന്തപ്പഴം, ചെറുപഴം, പാല്, പഞ്ചസാര കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കേണ്ട ടൈമൊക്കെ ആയി, ഞങ്ങൾ നോമ്പ് തുറക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈന്തപ്പഴവും ഉണ്ട്, പിന്നെ തണ്ണിമത്തനുണ്ട്, പിന്നെ കുറച്ച് കലക്കിയ വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഷെയ്ക്ക് അടിച്ചതുകൊണ്ട് പിന്നെ നമ്മുടെ പോളയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അയാൻകുട്ടി പോളയൊന്നും കൈയിട്ട് വരാനൊന്നും നിന്നില്ല. ഇന്നൊക്കെ ഞങ്ങൾ ശ്രദ്ധയോടെ മാറ്റിയെടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ കാച്ചിയ അരിയും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. അമ്മ റാഹത്തായി അൽഹംദുലില്ലാ. അങ്ങനെ ആ പഴത്തിൻ്റെ ഷെയ്ക്കൊക്കെ കുടിക്കുകയാണ്. അപ്പോഴേക്കും ഈ പോളയൊക്കെ എല്ലാവർക്കും ഒന്ന് പീസായി കട്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് ഇത് ശരിക്കും പിസ്സ കഴിക്കുന്ന പോലെയൊക്കെ ഉണ്ട് എന്നിട്ടോ. വെറുതെ പറയാണ്, എന്നെ സൂപ്പിക്കാൻ വേണ്ടിയത് എനിക്ക് മനസ്സിലായി. എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രെഡ് പോള ഉണ്ടാക്കിയത്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് എണ്ണയ്ക്കൊന്നും ഒരുപാട് ചിലവില്ലല്ലോ. പിന്നെ കുറച്ച് എരിവുള്ള മസാലയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അയാൻകുട്ടി എന്താ അടുത്തിരുന്ന് നോമ്പ് തുറക്കണമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.
അടിപൊളി.